അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ച് കഴിക്കാൻ എന്താ ഉള്ളേന്ന് ഇങ്ങനെ തപ്പിയപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൈനാപ്പിളിൽ രണ്ടാമതും ഇതേ പഴുത്തിരിക്കണോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നാൾ മുമ്പ് വൈറലായ പൈനാപ്പിൾ ഫ്രൈ ഉണ്ടാക്കി നോക്കാമെന്ന്. അങ്ങനെ പൈനാപ്പിളൊക്കെ കട്ട് ചെയ്തെടുത്ത് അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, മുളക് പൊടി, ഉപ്പ്, പഞ്ചസാര ഒക്കെ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് വേണേൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അതൊക്കെ ആ പൈനാപ്പിളുമ്പോൾ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. വേണമെങ്കിൽ അതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഞങ്ങൾക്ക് അതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങളത് അപ്പം തന്നെ വറുത്തെടുത്തു. ഇനി വളരെ സിമ്പിളാണ്. ചൂടായ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനകത്തേക്ക് ഇതൊക്കെ നിരനിരയായിട്ട് അടുക്കി വെക്കുക. 2 ഭാഗവും നന്നായിട്ട് വേവുന്ന പോലെ മാറ്റിയും തിരിച്ചും ഇട്ട് കൊടുക്കുക. ഞങ്ങളിത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല. വെറുതെ ഒരു പരീക്ഷണം പോലെ ചെയ്ത് നോക്കിയതാണ്. അപ്പം നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഹോസ്റ്റലിൽ ഉണ്ടാക്കാൻ പറ്റണതാണെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി നോക്കാം. അങ്ങനെ സാധനം ഇതേ റെഡി ആയിട്ടുണ്ട്. എനിക്ക് നല്ലോണം ഇഷ്ടമായി. ഈ പുളിമിഠായി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളവർക്ക്, പുളി ഐറ്റംസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ലോണം ഇഷ്ടമാവും. അടിപൊളിയാണെന്നൊന്നും ഞാൻ പറയില്ല, പക്ഷെ കുഴപ്പമില്ല, നല്ലതാണ്. ചിലർക്കൊക്കെ ഇഷ്ടമാവും, ചിലർക്കും ഇഷ്ടാവില്ല. ഉള്ളത് പറഞ്ഞാൽ മതി, നല്ലതല്ല, കുഴപ്പമില്ല. ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ടേസ്റ്റാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇവർക്ക് ഓക്കെ, ചിലർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല. 3 പേർക്ക് ഇഷ്ടപ്പെട്ടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അതൊക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ഇഷ്ടപ്പെട്ടില്ല തിന്നുന്നുണ്ട്. ഇഷ്ടപ്പെട്ടില്ല തിന്നുന്നുണ്ട്, അതിന് കുഴപ്പമൊന്നുമില്ല.